ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജയ്. എല്ലാവർക്കും ടെക്കോണർ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെപ്പറ്റിയാണ്. ഇത് ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു വീഡിയോയും കൂടിയാണ്. ഇതിനെ നമുക്ക് ഫേസ് ഫെയിലിയർ റിലേ എന്ന് പറയാം, ഫേസ് സീക്വൻസിങ് റിലേ എന്ന് പറയാം, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് പ്രിവെൻഡർ എന്ന് പറയാം. ഇതെല്ലാം ഇതിന് പറയാവുന്ന ഒരു പേര് തന്നെയാണ്. അപ്പോൾ ഇതെന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇതെന്താണ്, ഇത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു, ഇത് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണ്, ഇതിൻ്റെ സർക്യൂട്ട്, ഇതിൻ്റെ വയറിംഗ് എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സാൻവ മൾട്ടിമീറ്റർ ഗിയോവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ 10ാമത്തെ ചോദ്യവും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ചോദ്യത്തിന് വേണ്ടി കൂടി കാത്തിരിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് പോസ്റ്റിനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ പേര് പറഞ്ഞു, 3 പേരാണ് പറഞ്ഞത്. ഒന്ന് സിംഗിൾ ഫേസ് പ്രിവെൻഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ഫേസ് സീക്വൻസ് റിലേ എന്ന് പറയാം, അല്ലെങ്കിൽ ഫേസ് ഫെയിലിയർ റിലേ എന്ന് പറയാം. അപ്പോൾ ഇത് 3 പേരിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഇതിൻ്റെ പ്രവർത്തനവും മനസ്സിലാക്കാവുന്നതാണ്. ഫേസുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യമാണ്. അതായത് ഫേസ് സീക്വൻസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം, ഫേസ് സീക്വൻസിൽ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അല്ലെങ്കിൽ ഫേസ് ഫെയിലിയർ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ സിംഗിൾ ഫേസ്, ഒരു ഫേസ് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സഹായിക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ 3 പേരിൽ നിന്ന് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ്. നമ്മുടെ ഒരു സേഫ്റ്റി ഡിവൈസസ് ആണ്, നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആണ്. അപ്പം ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ എപ്പോഴൊക്കെ തരുന്നു എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. ഒന്ന്, സിംഗിൾ ഫേസിങ് അല്ലെങ്കിൽ ഫേസ് ലോസ്. ഇപ്പം നമ്മുടെ 3 ഫേസുള്ള സിസ്റ്റത്തിൽ ഒരു ഫേസ് വരാതിരിക്കുകയോ ഒരു ഫേസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ തരുന്നൊരു ഡിവൈസാണ്. നമ്മൾ ഇത് നമ്മൾ ആ ഒരു സർക്യൂട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് നമുക്ക് വരുന്നില്ല എങ്കിൽ അത് സർക്യൂട്ട് നമ്മൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് സർക്യൂട്ട് ഓപ്പൺ ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും നമ്മുടെ എക്യുപ്മെൻറ്റ്, നമ്മുടെ ലോഡ് ഏതാണോ, മോട്ടറോ എന്തോ ആണോ ലോഡ്, ആ ലോഡിലേക്ക് സപ്ലൈ ഡിസ്കണക്ട് ചെയ്ത് നമ്മുടെ മോട്ടറിൻ്റെ സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഡിവൈസ് സഹായിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫേസ് സീക്വൻസ് റിവേഴ്സൽ എന്ന് പറയും. അതായത് ഫേസ് സീക്വൻസ്, ഇപ്പോൾ RYB തിരിഞ്ഞു വന്നു, 2 ഫേസ് തമ്മിൽ തിരിഞ്ഞു പോയി, അങ്ങനത്തെ ഫേസ് സീക്വൻസിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും ഇത് സെൻസ് ചെയ്തിട്ട് നമുക്ക് സർക്യൂട്ട് ട്രിപ്പ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് സീക്വൻസ് നമ്മുടെ മോട്ടറിൻ്റെ ഒക്കെ റൊട്ടേഷനിലേക്ക് വരുമ്പോൾ ഫേസ് സീക്വൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 10 മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അവിടെ ഫേസ് പ്രോപ്പറായിട്ട് വന്നാൽ നമുക്ക് ആ ഒരു വേണ്ട റൊട്ടേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫേസ് സീക്വൻസിൻ്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തെ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് അൺബാലൻസ് ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് 3 ഫേസ് ആണ്. 3 ഫേസിൽ ബാലൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ എപ്പോഴൊന്നും നമുക്ക് അങ്ങനെ കിട്ടാൻ വളരെ ചാൻസ് കുറവുള്ള കാര്യമാണ്. അപ്പം വോൾട്ടേജ് അൺബാലൻസ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അൺബാലൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് വ്യത്യാസം വോൾട്ടേജിൻ്റെ ഫേസ് തമ്മിലുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഇത് സെൻസ് ചെയ്ത് നമ്മുടെ സർക്യൂട്ട് ട്രിപ്പ് ചെയ്ത് നമുക്ക് പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പ്രൊട്ടക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വോൾട്ടേജ്. ഇപ്പം വോൾട്ടേജ് നമുക്ക് വേണ്ട അത്ര മിനിമം വോൾട്ടേജ് വന്നില്ല എങ്കിലും നമ്മുടെ ഇത് സെൻസ് ചെയ്ത് നമുക്ക് സർക്യൂട്ട് ട്രിപ്പ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓവർ വോൾട്ടേജ് ആണ്. വോൾട്ടേജ് കൂടുതലാണ്, നമ്മുടെ ഇൻകമിങ് വരുന്ന വോൾട്ടേജ് കൂടുതലാണെങ്കിലും ഇത് സെൻസ് ചെയ്ത് നമ്മുടെ സർക്യൂട്ട് ട്രിപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഉപയോഗിച്ചില്ല എങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ ഒരു സംശയമായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചില്ല, നമ്മളൊരു ഫേസ് പോയി, ഇപ്പം സിംഗിൾ ഫേസിങ് പ്രിവെൻഡർ എന്ന രീതിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യാൻ, 3 ഫേസ് മോട്ടർ വർക്ക് ചെയ്യാൻ 3 ഫേസും നിർബന്ധമാണ്. അതേസമയം നമ്മുടെ ഒരു ഫേസിൽ വരുന്നില്ല, വോൾട്ടേജ് വരുന്നില്ല, അല്ലെങ്കിൽ ആ ഫേസ് കട്ടായിപ്പോയി, അല്ലെങ്കിൽ ഫേസ് ലൂസായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ മോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് റൺ ചെയ്യും, മറ്റ് 2 ഫേസിൽ നിന്ന് തന്നെ അത് റൺ ചെയ്യും. പക്ഷേ അവിടെ എക്സസീവ് കറണ്ട് ഒരു ഫേസിലെ ലോഡ് മൊത്തം മറ്റേ 2 ഫേസിലേക്ക് വരികയും ഒരുപാട് കറണ്ട് അവിടെ ഡ്രോ ചെയ്യുകയും അവിടെ ചൂടാവുകയും മോട്ടറിൻ്റെ റോട്ടറൊക്കെ കത്തിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് നമുക്ക് കണ്ടുപിടിക്കാനും ഭയങ്കര പാടാണ്. സ്റ്റാർട്ട് ചെയ്യാത്തൊരു മെഷീൻ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം മോട്ടർ കറങ്ങുന്നില്ല എങ്കിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാം 3 ഫേസും വരുന്നുണ്ടോ. ചിലപ്പോൾ 3 ഫേസും വന്നില്ല എങ്കിൽ മോട്ടർ കറങ്ങില്ല. അതേസമയം നമ്മളൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മോട്ടർ കറങ്ങും. അതിൻ്റെ അർത്ഥം നമ്മുടെ ഒരു ഫേസ് പ്രോപ്പറായിട്ട് വരുന്നില്ല എന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ റണ്ണിങ് മെഷീനിലാണ് ഈ ഒരു പ്രശ്നം, പെട്ടെന്ന് ഫേസ് പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായാൽ നമ്മുടെ മോട്ടർ കത്തിപ്പോവും. അതായത് നമ്മുടെ ഡാമേജ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാവും. ഒരു മോട്ടറിൻ്റെ ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡസ്ട്രീസിനൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ കപ്പൽ ഇൻഡസ്ട്രീസ്, പ്രൊഡക്ഷൻ പ്ലാന്റുകളിലൊക്കെ 1 മിനിറ്റ് പോലും അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൗൺ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നത്തിൽ പോലെ കിട്ടത്തുള്ളൂ, അവർ തരത്തില്ല.
അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 മിനിറ്റിൽ ഇത്ര ലക്ഷം കണ്ട ലോസ് ഉണ്ടാകുന്ന കമ്പനികളിൽ അവരെ സംബന്ധിച്ച് ഈ ഒരു ഇഷ്യൂ വരാൻ പാടില്ല എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അതും ഇഷ്യൂ വരുന്ന സമയത്തിൻ്റെ നഷ്ടം മാത്രമല്ല, ഒരു മോട്ടർ റീപ്ലേസ് ചെയ്യുക, അത് മോട്ടർ സ്റ്റോക്കിലില്ല എങ്കിൽ അത് വന്നിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരുപാട് സമയം കോസ്റ്റ്ലി ആവുന്നു, കാശ് നഷ്ടം, അങ്ങനെ ഒരുപാട് നഷ്ടമുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒറ്റ ഡിവൈസ് നമ്മളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വില എന്ന് പറയുന്നത് അത്ര വിലയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു സർക്യൂട്ടിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഇഷ്യൂസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം സിംഗിൾ ഫേസ് അണ്ടർ വോൾട്ടേജും ഓവർ വോൾട്ടേജും ഇതും അതുപോലെ തന്നെയാണ്. വോൾട്ടേജ് ഓവർ ആയാലും നമ്മുടെ ഡിവൈസസ് ഡാമേജ് ചെയ്യാം, അണ്ടർ ആണെങ്കിലും നമ്മുടെ ഡിവൈസസ് ഡാമേജ് ചെയ്യാം. നമുക്ക് പ്രോപ്പറായിട്ട് എഫിഷ്യൻറ്റിൽ വർക്ക് ചെയ്യില്ല. മോട്ടർ ഇത്ര സ്പീഡിൽ കറങ്ങണമെങ്കിൽ അത്ര സ്പീഡിൽ കറങ്ങില്ല അണ്ടർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സർക്യൂട്ടിൽ. അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് അത്ര വലിയ ഡിവൈസസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇത് വെച്ച് തന്നെ നമുക്കതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർക്യൂട്ട് ആയാലും ഇതിൻ്റെ വയറിംഗ് ആണെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ആർക്കും ചെയ്യാവുന്നൊരു സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ടും ഇത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. VSP D2 എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡൽ നമ്പറാണ്. Minilec എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്പനിയാണ്. പിന്നെ സീരിയൽ നമ്പർ എന്നിട്ടുണ്ട് ഓക്സിലറി സപ്ലൈ 240 വോൾട്ട് AC. ഓക്സിലറി സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 ഫേസ് കൊടുക്കുന്നത് കൂടാതെ ഇതിൻ്റെ കോയിൽസിനായിട്ട് ഒരു സെപ്പറേറ്റ് സപ്ലൈ കൊടുക്കണം ഇത് ഓൺ ആവാൻ വേണ്ടി. അതാണ് ഓക്സിലറി സപ്ലൈ. അത് നമ്മുടെ സിംഗിൾ ഫേസ് ആണ്, 240 വോൾട്ട് AC ആണ്. പിന്നെ ഒരു ടെസ്റ്റ് ബട്ടൺ തന്നിട്ടുണ്ട്. അത് നമുക്കിത് വർക്ക് ആവുന്നുണ്ടോ ട്രിപ്പ് ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് പ്രസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു മാനുവൽ റീസെറ്റ് ബട്ടണാണ്. ഇത് ട്രിപ്പ് ആയെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് റീസെറ്റ് പ്രസ് ചെയ്ത് തന്നെ ഇത് റീസെറ്റ് ആവുന്നതാണ്. പിന്നെ 2 ഇൻഡിക്കേഷൻ ലൈറ്റ്സ് തന്നിട്ടുണ്ട്, L1 L2. L1 എന്ന് പറയുന്ന ഗ്രീൻ ലൈറ്റ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെൽത്തി ആണെങ്കിൽ ഇതിൽ ഓക്സിജൻ സപ്ലൈ വന്നു കഴിയുമ്പോൾ ഇത് L1 ഗ്ലോ ചെയ്യുന്നതായിരിക്കും. അതേസമയം ഇത് നമ്മൾ എന്തെങ്കിലും ഫേസ് ലോസോ ഫേസ് റിവേഴ്സലോ സീക്വൻസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ട്രിപ്പ് ആയിരിക്കുവാണെങ്കിൽ L2 റെഡ് ലൈറ്റ് ആയിരിക്കും ഓൺ ആവുക. പിന്നെ ഇവിടെ 2 ചേഞ്ച് ഓവർ എന്നാണ് ഇത് CO എന്ന് ഉദ്ദേശിക്കുന്നത്. 2 ചേഞ്ച് ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് 2 NOയും 2 NC പോയിൻറ്റും ലഭ്യമാണ്. 1 ചേഞ്ച് ഓവർ ആണെങ്കിൽ നമുക്കവിടെ 1 NOയും 1 NC പോയിൻറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതാണ് 2 CO എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സെലക്ട് ചെയ്യാൻ വേണ്ടി 30, 40, 50, 60, 70 എന്നാണ് സെലക്ട് ചെയ്യാൻ. വോൾട്ടേജ് അൺബാലൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് അൺബാലൻസ് ഉണ്ടാകുമ്പോൾ എത്രമാത്രം മതി, ഒരു 30 വോൾട്ടിൻ്റെ വ്യത്യാസത്തിൽ തന്നെ ഇത് ട്രിപ്പ് ആവണമെങ്കിൽ നമുക്ക് 30 വോൾട്ടിൽ കൊടുക്കാം. 60 വോൾട്ടിൻ്റെയാണ് വ്യത്യാസം. ഫേസ് വോൾട്ടേജ് അൺബാലൻസ് ഒരു 60 വോൾട്ട് വരെയൊക്കെ അൺബാലൻസ് വന്നു കഴിയുമ്പോൾ മാത്രമേ ഇത് ട്രിപ്പ് ആവുകയുള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഇൻ്റർചേഞ്ച് 1 and 3 ഇഫ് സ്റ്റാർട്ടർ ഡസ് നോട്ട് ഹോൾഡ്. ചില സമയത്ത് നമുക്ക് കാണാറുണ്ട് നമ്മളിത് കണക്റ്റ് ഒക്കെ ചെയ്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് പ്രസ് ചെയ്യും. ഇപ്പം ഡ്യുവൽ സ്റ്റാർട്ടർ ആണെങ്കിൽ സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺടാക്ടർ ഓൺ ആവും, കോൺടാക്ടർ കോയിലേക്ക് സപ്ലൈ ചെയ്യും. പക്ഷേ അത് ഹോൾഡായി നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഈ 1ഉം 3ഉം നമ്മളിപ്പോൾ RYB എന്നാണെങ്കിൽ 6ഉം Bയും തമ്മിലൊന്ന് തിരിച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് നമ്മുടെ കോൺടാക്ടർ ഹോൾഡായിട്ട് നിൽക്കും. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ 3 ഫേസും പ്രോപ്പറായിട്ട് വരുന്നുണ്ട് എന്നിട്ടും നമ്മുടെ കോൺടാക്ടർ ഹോൾഡ് ചെയ്യുന്നില്ല എങ്കിലാണ് ഇത് ചെയ്യേണ്ടത്. അതല്ല ഫേസ് പ്രോപ്പറായിട്ട് വരുന്നില്ല ഹോൾഡ് ചെയ്യുന്നില്ല എങ്കിൽ ഫേസിൻ്റെ പ്രോബ്ലം തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് 1, 2, 3 അങ്ങനെ 18 എണ്ണം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, ഓരോ പോയിൻ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സർക്യൂട്ട്സൊക്കെ മെയിൻ നോട്ട്സ് ആയിട്ടൊക്കെ. അപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് 1, 2, 3 3 ഫേസ് L1, L2, L3 കൊടുക്കേണ്ടത് 1, 2, 3യിലാണ്. അതായത് 1, 2, 3 ഇവിടെ നമുക്ക് 3 ഫേസും കണക്ട് ചെയ്യണം. 4, 5, 6 കാലിയാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു 7, 8ലാണ് നമ്മുടെ റിലേ കോയിലുള്ളത്. അപ്പം 7നും 8നും അക്രോസ് നമുക്ക് ഇവിടെ ഒരു റിലേ ഉണ്ട്. ആ റിലേയുടെ തന്നെ NO നമുക്ക് കിട്ടുന്നത് നോർമലി ഓപ്പൺ ആയിട്ടുള്ളത് 13നും 15നും അക്രോസ് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ, അതായത് 13നും 15നും അക്രോസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് NO പോയിൻ്റ് കിട്ടും. അതായത് ഓൺ ആകുമ്പോൾ നമുക്കിവിടെ സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽ കിട്ടും. ഓഫ് ആണെങ്കിൽ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ 13നും 14നും അക്രോസ് ആണ്. 13നും 14നും അക്രോസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് NC ആണ്. അതായത് ഇത് ഓഫ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും, ഇത് ഓൺ ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടില്ല. ബേസിക്കലി 13 കോമൺ ആണ്, 14ഉം 15ഉമാണ് പോയിൻറ്റ്സ്. അപ്പം 13 നമ്മൾ കോമൺ കൊടുത്തു,
14 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ഇത് ഓഫ് ആണെങ്കിൽ നമുക്ക് സപ്ലൈ വന്നുകൊണ്ടിരിക്കും, ഇത് ഓൺ ആകുമ്പോൾ സപ്ലൈ പോകും. ഇനി അത് നമ്മൾ 15 കൊടുക്കുന്നതെങ്കിൽ ഓഫ് ആകുമ്പോൾ നമുക്ക് അവിടെ സപ്ലൈ ഒന്നും കിട്ടില്ല, ഓൺ ആകുമ്പോൾ നമുക്ക് സപ്ലൈ കിട്ടും. ഇതാണ് ഒരു NOയും ഒരു NCയും. അതുപോലെ തന്നെ വേറൊരു NOയും NCയും ഉണ്ട്, 16, 17, 18. 13, 14, 15, 16, 17, 18 നമുക്ക് 2 NOയും 2 NCയും കിട്ടുന്നു. അതാണ് 2 ചേഞ്ച് ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ 11, 12, 10 ബാക്കി അവശേഷിക്കുന്ന 3 ടെർമിനൽസ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് 10, 11, 12. അപ്പം 11, 12 ഓൾറെഡി ഇത് ചെയ്തേക്കാണ്, ഷോർട്ട് ചെയ്തേക്കാണ്, ഷോർട്ടിങ് ടെർമിനൽസ് വെച്ചിട്ട്. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുമുണ്ട്. പിന്നെ 10, 11 റിമോട്ട് റീസെറ്റ്. നമുക്ക് റീസെറ്റ് ബട്ടൺ റിമോട്ടായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ 10, 11 അക്രോസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് റിമോട്ടായിട്ട് റീസെറ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ റീസെറ്റ് ആകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നോട്ട്സ് ആയിട്ട് ഇവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിലറി സപ്ലൈ കണക്റ്റഡ് 230 വോൾട്ടാണ്, അതനുസരിച്ച് ഓക്സിലറി സപ്ലൈ കണക്ട് ചെയ്യണം. പിന്നെ ഹോൾഡ് ചെയ്യുന്നില്ല എങ്കിൽ 193 ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി സ്റ്റാർട്ടറിൻ്റെ സ്റ്റാർട്ടറാണെങ്കിൽ 13, 14 മെയിൻ കോൺടാക്ടർ കോയിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ NC നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതായിരിക്കണം നമ്മുടെ സ്റ്റാർട്ടറിലേക്ക് കൊടുക്കണമെന്നാണ് ഇത് പറയുന്നത്. പിന്നെ പറയുന്നത് റിലേ കോൺടാക്ട് ഷോൺ ഫോർ യൂണിറ്റ് ഇൻ ഹെൽത്തി കണ്ടീഷനിലെ റിലേ കോൺടാക്ട്സ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെ റിമൂവ് ലിങ്ക് ബിറ്റ്വീൻ 11 and 12 ഫോർ ഓട്ടോ റീസെറ്റ് ഓപ്പറേഷൻ. നമുക്ക് ഓട്ടോ റീസെറ്റ് ആണ് ഇത് വേണ്ടത്, മാനുവലായിട്ട് വന്നിട്ട് ഒരാൾ റീസെറ്റ് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് റീസെറ്റ് ആവുന്ന ഇതാണ് പ്രൊസീജിയറാണ് വേണ്ടതെങ്കിൽ നമുക്ക് 11, 12 ഈ ഷോർട്ടിംഗ് ടെർമിനൽ ഊരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ടും ഓപ്പറേഷനും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് 3 ഫേസും പ്രോപ്പറായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഹെൽത്തി സിഗ്നൽ തന്നെ പോകും. അതല്ല ഇവിടെ നമ്മൾ 3 ഫേസിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഫോൾട്ട് ആണെങ്കിൽ ഇത് അങ്ങനെ നമുക്കൊരു ഫോൾട്ട് സിഗ്നലും പോകും, നമ്മുടെ സർക്യൂട്ട് ഓപ്പൺ ആവും. ഇനി ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു DOL സ്റ്റാർട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സീരീസ് ആയിട്ട് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് അതിന് സീരീസ് ആയിട്ട് ഇതിൻ്റെ റിലേ കോൺടാക്റ്റും കൂടെ കൊടുക്കും. അപ്പം നമുക്കും ഹെൽത്തി കണ്ടീഷനിൽ ഔട്ട്പുട്ട് വേണമല്ലോ, അപ്പം ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ NO പോയിൻ്റ് ആയിരിക്കും നമ്മളവിടെ സീരീസ് ആയിട്ട് കൊടുക്കുക. അതായത് ഫോൾട്ടൊന്നും ഇല്ല എങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽ വരും. ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ആ NO പോയിൻ്റ് എന്ന് പറയുന്നത് ഓപ്പണായിട്ട് മാറുകയും അവിടെ നമ്മുടെ സർക്യൂട്ട് ഡിസ്കണക്റ്റ് ആവുകയും മോട്ടറിലേക്ക് സപ്ലൈ ചെല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ അവസാനത്തെ സാൻവ മൾട്ടിമീറ്റർ ഗീവ് അവേയുടെ അവസാനത്തെ ചോദ്യത്തിലേക്കും കൂടെ പോകണ്ടേ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു VFD PLC പാനലിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പാനൽ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട്. അപ്പോൾ ആ പാനൽ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ട 5 കമ്പോണൻസിൻ്റെ പേരും അതുപോലെ തന്നെ അത് എന്തിന് നമ്മൾ പാനലിൽ ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ VFD, അത് നമ്മൾ മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ സ്പീഡ് കൺട്രോളിന് വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ 5 കമ്പോണൻസിൻ്റെ പേരും അത് എന്തിന് ഉപയോഗിച്ചു അതിൻ്റെ ഫംഗ്ഷനും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കമൻറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് എന്ന് പറയുന്നില്ല, നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നതാവും. ആ ഫേസ്ബുക്കിൽ ചെന്നിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ആ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റിൻ്റെ ലിങ്കും നമ്മൾ ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ പോസ്റ്റിലേക്ക് പോയി അവിടെ നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ശരിയായിട്ട് 10 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകുന്നത്. അത് ഒന്നുകൂടെ പറയാണ്, നമ്മൾ 10ാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. 10 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ആ 10 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയ ഒരാൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ മൾട്ടിമീറ്റർ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിന്നറിനെ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയ്ക്ക് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്